ഞങ്ങൾ അതാത് സീറ്റിലിരുന്ന് കൈ ഉയർത്തി സ്പീക്കർ അനുമതി നൽകുമ്പോൾ ഞങ്ങൾ സംസാരിക്കാൻ പാടില്ലേ? അതിന് അദ്ദേഹത്തിന് മറുപടി അറിയാലോ. യഥാർത്ഥത്തിൽ ഇന്ന് ശരിക്കും ആ ചർച്ച അദ്ദേഹത്തിന് വീണ്ടും ഞങ്ങൾ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ മറുപടി പറയാം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അദ്ദേഹം പറയുന്നില്ലല്ലോ. എന്റെ പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ നിശബ്ദനായിരുന്നത്? എന്റെ പ്രതിപക്ഷ നേതാവ് ഒഴികെയുള്ള കക്ഷി നേതാക്കൾ ഒന്നും ഇതിനകത്തൊരു വാക്ക് പറയാതിരുന്നിട്ടുള്ളത്? അകത്ത് ഈ രീതിയോട് അവർക്ക് യോജിപ്പുണ്ടോ? ഈ ബജറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, കേന്ദ്രത്തിന്റെ സമീപനം വിമർശിക്കാൻ ഒക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് തൊട്ട് മുൻപുള്ള ഒരു സഭയിൽ തങ്ങളുടെ നിലപാടുകൾ അവതരിപ്പിക്കാനും തങ്ങളുടെ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നതിൽ പ്രതിപക്ഷത്തിലെ അംഗങ്ങൾക്കും കക്ഷികൾക്കും ശരിക്കും വിയോജിപ്പല്ലേ ഉള്ളത്? അതിലെ സഭയ്ക്കകത്ത് പ്രതിഫലിക്കുന്നത് അവരുടെ നിശബ്ദതയിൽ. ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് കിട്ടണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ടോ? നോക്കുന്നേ നിങ്ങളൊക്കെ ഒന്ന് എഴുതി കീഴ്വഴക്കം തെറ്റിക്കുന്നത് ശരിയല്ല എന്നൊരു പൊതു അഭിപ്രായം വരട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. ഇല്ല, നമ്മൾ ജനങ്ങൾ കാണുന്നുണ്ടല്ലോ. ഒരു സെഷനിൽ മുഴുവൻ SIT പറ്റില്ല എന്ന് പറഞ്ഞ് സഭ സ്തംഭിപ്പിക്കുക. ഇപ്പൊ SITയിൽ വിശ്വാസമുണ്ട്, സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ നിലപാട് സ്വീകരിക്കുക. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പോലും അംഗീകരിക്കാതിരിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ, ഇന്ന് ഹൈക്കോടതി പരിഗണിക്കുന്നുണ്ടല്ലോ. ഇവരുടെ ആവശ്യമാണല്ലോ BJP അധ്യക്ഷൻ അവിടെ ഉന്നയിച്ചേക്കുന്നത്. ഒരു സെഷൻ മുഴുവൻ സ്തംഭിപ്പിച്ച ആ ആവശ്യമാണല്ലോ ഇപ്പോ BJP പ്രസിഡന്റ് ഹൈക്കോടതിയിൽ വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി പരിശോധിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. ഹൈക്കോടതിയാണ് ഉദ്യോഗസ്ഥന്മാർ ആരാണെന്നുള്ളത് അംഗീകാരം നൽകുന്നത്. ഹൈക്കോടതിയുടെ മുൻപിലാണ് സീൽഡ് കവർ വരുന്നത്. ഹൈക്കോടതിയുടെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആണ്. ഹൈക്കോടതി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോ ഞങ്ങളുടെ ഗവൺമെന്റ് ലീഡർമാർക്കോ പോലും അത് സംബന്ധിച്ചുള്ളത് കൈമാറുന്നില്ല. പൂർണ്ണമായിട്ട് ഹൈക്കോടതിയാണ്. അപ്പൊ ഹൈക്കോടതി പറയാണ് ഇത് ശരിയല്ല, പറഞ്ഞോട്ടെ, ഞങ്ങൾ അത് പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. ഞങ്ങൾ പൂർണ്ണമായിട്ടും ഹൈക്കോടതിയുടെ ആ തീരുമാനത്തിന് വിധേയമായി നിൽക്കും. അന്നത്തെയാണ് അന്ന് നടന്ന പ്രതിഷേധം നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ സഭ ഈ സെഷൻ ഇതിൽ കാണാത്തത് ഇവര് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കണം. ഇങ്ങനെ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. ഞങ്ങൾ പുതിയ കാലത്തിന്റെ, ഇവർ കാലഹരണപ്പെട്ടവരാണ്. ഞങ്ങൾ പുതിയ കാലത്തിന്റെ ജനാധിപത്യ രീതികളുടെ ആൾരൂപങ്ങളാണെന്നൊക്കെയല്ലേ പറഞ്ഞത്. ഇപ്പൊ കാണുന്നത് എന്താ? ഇതെല്ലാം BJPക്ക് വേണ്ടിയല്ലേ. ഇത് മാത്രമല്ല, ബജറ്റ്, കേന്ദ്ര ബജറ്റ് പരാമർശിക്കാമല്ലോ. ഇപ്പൊ നടന്നിട്ടുള്ള ഈ താരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായിട്ടുള്ള കരാർ പരാമർശിക്കാമല്ലോ. അതിനകത്ത് നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് പറയാമല്ലോ. അതെല്ലാം പറഞ്ഞാൽ അവരുടെ സിദ്ധാന്തം അനുസരിച്ച് BJPയുടെ ഒന്ന് ബുദ്ധിമുട്ടിക്കേണ്ടി വരും. കേരളത്തിലെ കോൺഗ്രസ് BJPയുടെ B ടീമാണ്. അവർക്ക് BJPയെ വിമർശിക്കാൻ ധൈര്യമില്ല.